ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 6-7 ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്, പൂജാ ഹോളിഡേ ഒക്കെ ആയിട്ടും പത്രങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു 6-7 ദിവസമായി കണ്ടിട്ട്. സോ ഇനി പ്രിപ്പറേഷനിലേക്ക് ബാക്ക് ടു വരേണ്ട ഒരു സമയമാണ്. ഇനി നമുക്ക് മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ്. സോ നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സർ ക്രീക്ക് ഡിസ്പ്യൂട്ട്. എന്താണ് ഈ സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മാർഷ് ലാൻഡ് ഡിസ്പ്യൂട്ട്? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലും ഉള്ള, അതായത് നമ്മളുടെ ഗുജറാത്ത് മേഖലയിൽ പെർട്ടിക്കുലർലി റൺ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടാണ് ഈ സർ ക്രീക്ക് ഡിസ്പ്യൂട്ട്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ലൊക്കേഷൻ ആദ്യം ഒന്ന് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും ഒരു ലാർജർ പിക്ചർ നിങ്ങൾ ആദ്യം എടുത്ത് നോക്കുക. ഇവിടെ ഗുജറാത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗുജറാത്ത്, ദെൻ പാകിസ്ഥാന്റെ ഒരു പ്രൊവിൻസ് നിയറസ്റ്റ് ഗുജറാത്ത് ഉണ്ട്. ഏതാണ് ആ പ്രൊവിൻസ് എന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? ഇറ്റ് ഈസ് സിന്ധ് പ്രൊവിൻസ്. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്ന കാലഘട്ടങ്ങളിൽ സിന്ധ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ദെൻ 1935 കാലഘട്ടങ്ങളിലാണ് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ത് സിന്ധിനെ ഇന്ത്യയുടെ പാർട്ടിൽ നിന്ന് വേർതിരിക്കാനായിട്ടുള്ള ഒരു നടപടികളൊക്കെ തുടങ്ങുന്നുണ്ട് 1935 കാലഘട്ടങ്ങളിൽ. അതുവരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പാർട്ടായിരുന്നു കച്ച് റീജിയണും സിന്ധ് റീജിയണും. എന്നാൽ ഇതിന് ഇടയിൽ ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ഉണ്ട്. അത് ഇന്ത്യയും പാകിസ്ഥാനും നിന്നിരുന്ന കാലഘട്ടം, അതായത് 1947 മുതൽ ഉണ്ടായ ഡിസ്പ്യൂട്ട് ഒന്നുമല്ല. 1908 മുതലേ ഈ ഒരു ഡിസ്പ്യൂട്ട് കച്ച് റീജിയനുമായി ബന്ധപ്പെട്ടിട്ടും സിന്ധ് റീജിയനുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഈ ഒരു സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് ഉടലെടുത്തു വരുന്നത്. അപ്പൊ നമ്മൾ ഹിസ്റ്ററി നോക്കി പോകുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പാർട്ടീഷൻ കാലഘട്ടങ്ങളിലല്ല ഈ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നത്. പകരം 1908 മുതൽ ഈ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നുണ്ട്. ദെൻ 1914 എന്ത് ചെയ്തു? നമ്മളുടെ ഈ സർ ക്രീക്കുമായി ബന്ധപ്പെട്ട ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയയിൽ ചെറിയ ഒരു സമവായത്തിലെത്തി. സിന്ധ് റീജിയനും സിന്ധ് ഭരിച്ചിരുന്ന രാജാവും റൺ ഓഫ് കച്ച് ഭരിച്ചിരുന്ന രാജാവും, അല്ലെങ്കിൽ റൺ ഓഫ് കച്ചിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഗുജറാത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന റൺ ഓഫ് കച്ച് ഭരിച്ചിരുന്ന രാജാവും തമ്മിൽ എന്തായി? ബ്രിട്ടീഷുകാരും തമ്മിൽ, 3 പേരും തമ്മിൽ ഒരു ഉടമ്പടിയിലെത്തി. എന്നാൽ പിന്നീട് 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചു കഴിഞ്ഞപ്പോ ഇവര് ഈ ഒരു നില അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. പാകിസ്ഥാൻ പറഞ്ഞു നമ്മളുടെ ഈ സർ ക്രീക്ക് ലൈൻ പോകുന്നത് ഇവിടെ ഈ ഒരു വാട്ടർ ബോഡിയുടെ നടുവിലൂടെയാണ് ഈ സർ ക്രീക്ക് ലൈൻ വരച്ചിരിക്കുന്നത്. അതിന്റെ മൊത്തം അവകാശവും ആർക്കാണ്? പാകിസ്ഥാനാണെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. ദെൻ ഇന്ത്യ എന്ത് വാദിക്കുന്നു? ഇന്ത്യ ആ ഒരു വാട്ടർ ബോഡിയുടെ മൊത്തം അവകാശം ഇന്ത്യക്കാണെന്ന് ഇന്ത്യയും വാദിക്കുന്നു. ഇതാണ് സർ ക്രീക്ക് ലൈനിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സർ ക്രീക്ക് ലൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ ഇപ്പൊ ഗുജറാത്തിന്റെ മാപ്പ് അറിയാത്തവരാണെങ്കിൽ, ഗുജറാത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് അറിയാത്തവരാണെങ്കിൽ ഇത് നോക്കുക. ഗൾഫ് ഓഫ് കച്ച്. ഇവിടെ നിങ്ങൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഒരു കടലിടുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൾഫ് ഓഫ് കച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഗൾഫ് ആൻഡ് ദ ഏരിയ ഈസ് കച്ച് റീജിയൻ. റൺ ഓഫ് കച്ച്, ഇതിന് മുകളിലുള്ള ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൺ ഓഫ് കച്ച് അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് എന്ന് നമ്മൾ വിളിക്കും. ദെൻ സൂറത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ കടലിടുക്കിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഗൾഫ് ഓഫ് കമ്പത്ത് ഓർ ഗൾഫ് ഓഫ് കാമ്പയൻ. ഓക്കെ, സോ ആ ലൊക്കേഷനുകൾ രണ്ടും മനസ്സിലായല്ലോ. ദെൻ റൺ ഓഫ് കച്ച് എവിടെയാണെന്ന് മനസ്സിലായി. ദെൻ അതിന്റെ നമ്മുടെ സർ ക്രീക്ക് എവിടെയാണെന്ന് നമ്മൾ മനസ്സിലായി. സോ സർ ക്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൺ ഓഫ് കച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാർഷി ലാൻഡ് ആണ്. അവിടെ ആളുകൾക്ക് പോയിട്ടുള്ള ഒരു മോട്ടറബിൾ റോഡുകളില്ല, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് ഇല്ല. സോ ഇത് ആർക്കും വേണ്ടാത്ത ഒരു തരിശു നിലം മാത്രമാണ് ഈ റൺ ഓഫ് കച്ച് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പാകിസ്ഥാനും ഇന്ത്യയും ഇപ്പോ ഇതെന്തിനു വേണ്ടിയിട്ടാണ് പിടിവലി നടത്തുന്നത്? ഇന്ത്യയിലേക്കുള്ള ഒരു ഏർലി ആക്സസ്, ഒന്ന് അറേബ്യൻ സീയിലേക്കുള്ള ഒരു ഏർലി ആക്സസ് ഈ റൺ ഓഫ് കച്ച് ഏരിയയിലുണ്ട്. രണ്ടാമത് ഇന്ത്യയുടെ 2 പോർട്ടുകൾ, മുദ്ര പോർട്ടും കണ്ട്ല പോർട്ടും, 2 പോർട്ടുകളും ഈ ഒരു മേഖലയോട് അടുത്ത് കിടക്കുന്ന. സോ ഗുജറാത്തിലെ 2 ഇമ്പോർട്ടന്റ് പോർട്ടുകളിലേക്കും ഈ ഒരു ഏരിയയിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ റൺ ഓഫ് കച്ച് നിങ്ങൾ പിടിച്ചടക്കി, റൺ ഓഫ് കച്ചിൽ നിന്ന് നിങ്ങൾ ഡ്രോണുകൾ വിക്ഷേപിക്കുകയാണ്.
ഏർലി ആക്സസ് ടു മുന്ദ്ര പോർട്ടിലേക്കും കണ്ട്ല പോർട്ടിലേക്കും അദാനിയുടെ പോർട്ടുകളിലേക്ക് രണ്ടിലേക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് സാധിക്കും. സോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലവും. നമ്മൾ ഈ ഒരു ഏരിയ മാർഷി ലാൻഡാണ്, നമുക്ക് അവിടെ പോയിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല, മോട്ടറബിൾ റോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫുള്ളി ചതുപ്പ് നിലങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇത് സെക്യൂരിറ്റി വൈസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ മനസ്സിലായല്ലോ 1908 മുതലുള്ള ഹിസ്റ്ററി, ഇന്ന് വരെ നിലനിൽക്കുന്ന ഹിസ്റ്ററി മനസ്സിലായല്ലോ. 1965 ഏറ്റവും പ്രധാനമായിട്ട് ഈ ഏരിയയിൽ ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം UK മധ്യസ്ഥത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ മധ്യസ്ഥത്തിൽ ഇതിനുള്ള ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പല ചർച്ചകളും നടത്തി. എന്നാൽ രണ്ടുപേരും ഒരു സമവായത്തിലെത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. സോ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. Second article is related to India's employment imperative. Treat employment as a national priority. ഒരു നാഷണൽ പ്രയോറിറ്റി ആയിട്ട് എംപ്ലോയ്മെന്റിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കഷൻ. എന്തെങ്കിലും ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ അഡീഷണലി ആഡ് ചെയ്യേണ്ട പോയിന്റുകൾ ഉണ്ടോ? നിങ്ങൾ വായിച്ചു നോക്കിയപ്പോ ഇല്ല. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ്. എന്താണ്? മുന്നേ ഒരു 4-5 ഡിസ്കഷനെങ്കിലും ഞാൻ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ എനിക്കൊന്നും ഈ ഒരു ഡിസ്കഷനിൽ പറയാനായിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇവിടെ ഡിസ്കഷൻ പോയിരിക്കുന്നത്. then എന്താണ്? ഒരു നാഷണൽ പോളിസി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ പോളിസി സ്റ്റേറ്റിനെയും സെൻട്രൽ സെക്ടറിനെയും ദെൻ ഇൻഡസ്ട്രികളെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള നാഷണൽ പോളിസീസ് നമുക്ക് ഉള്ളപ്പോ ഇന്ത്യയുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ എന്താണ് സൈഫൺ ചെയ്യാനായിട്ട് ഒരു നാഷണൽ പോളിസി നമുക്കില്ല. ആ ഒരു നാഷണൽ പോളിസി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ എംപ്ലോയീസിനെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം പോരാ, എംപ്ലോയേഴ്സിനെയും നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. സോ ഡിമാൻഡ് സൈഡിലും സപ്ലൈ സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിഫറെന്റ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഡിമാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? എംപ്ലോയീസിന്റെ സൈഡാണ്. സപ്ലൈ സൈഡ് ഏതാണ്? എംപ്ലോയേഴ്സിന്റെ സൈഡാണ്. ഈ രണ്ട് കാര്യത്തെയും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തത്? എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അത് പ്രകാരം എംപ്ലോയേഴ്സിനും ഇൻസെന്റീവ് കിട്ടും, എംപ്ലോയീസിനും ഇൻസെന്റീവ് കിട്ടും. ഓക്കെ, സോ ഇതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വേറെ എന്താ ഇവിടെ പറയുന്നത്? ജിഗ് എക്കോണമിയെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അഡ്രസ് ചെയ്യണം? ജിഗ് എക്കോണമി ഒരു പ്രോബ്ലം ആണ്. ദെൻ വുമൻസിന്റെ അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാലിറ്റി ഇവിടെ മറ്റൊരു പ്രോബ്ലം ആണ്. സോ ഇതെല്ലാം എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ പോളിസികളിൽ എംപ്ലോയ്മെന്റ് പോളിസികളിൽ ഒന്നും ജിഗ് എക്കോണമിയെ അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ദെൻ വേറെ എന്താണ്? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേയുടെ ഒരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേയുടെ ഡിസ്കഷനിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അർബൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് റൂറലിനെ അപേക്ഷിച്ച് കുറവാണ്. സോ റൂറലാണ് ഏറ്റവും കൂടുതൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഉള്ളത്. അതായത് ഇക്വിറ്റി വരുന്നത് റൂറലിലാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും ആഡ് ചെയ്ത് പറയാനായിട്ടുള്ളത്. നത്തിങ് മോർ ഓർ നത്തിങ് ലെസ്. സോ ഈ ഒരു ഡിസ്കഷനിൽ അധികം സമയം നിങ്ങൾ കളയേണ്ട കാര്യമില്ല. നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് somewhat important discussion related to disaster resilience. എന്താണ് ഡിസാസ്റ്റർ റിസൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മളുടെ ഡിസാസ്റ്ററുകൾ സംഭവിച്ചു കഴിയുമ്പോൾ, അതായത് ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ദുരന്തം ഇന്ത്യയിൽ സംഭവിക്കുകയാണ്, കാലകാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്? അതിനെ മൈറ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സംഭവിച്ചതിന് ശേഷം അതിന്റെ ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് മേജർലി നമ്മൾ ചെയ്യാറായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ഫ്ലഡ് വന്നു 2018. നമ്മൾ എന്ത് ചെയ്തു? കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ നമ്മളുടെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസിലുള്ളവരെ നമ്മൾ മാറ്റി. ദെൻ അതുകൂടാണ്ട് അവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിയാനായിട്ടുള്ള പൈസകൾ കൊടുത്തു. ദെൻ അതർ മോണിറ്ററി ബെനിഫിറ്റ്സുകൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഇത് എന്താണ്? പോസ്റ്റ് ഡിസാസ്റ്റർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷം അതിന്റെ തീവ്രത റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ കാര്യങ്ങൾ. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് സപ്പോർട്ടുകൾ കൊടുക്കും, മെഡിക്കൽ കെയർ സിസ്റ്റങ്ങൾ കൊടുക്കും, ദെൻ എന്താണ് റീകൺസ്ട്രക്ഷൻ ഓർ റീബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എന്നാൽ പ്രോ ആക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രീ ഡിസാസ്റ്റർ മെഷേഴ്സിന് നമ്മൾ വലിയ പ്രാധാന്യങ്ങൾ കുറച്ച് നാളുകളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആദ്യം ഇപ്പൊ 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഒക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രീ ഡിസാസ്റ്റർ കണ്ടീഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസൈലൻസിന് വേണ്ടിയിട്ട് നമ്മൾ അധികം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതായിരുന്നു മേജർലി ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഫോക്കസ്. എന്നാൽ ലേറ്റർ ചേഞ്ചസ് അല്ലെങ്കിൽ ലേറ്റർ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഏർലി വാർണിംഗ് സിസ്റ്റംസുകൾ പ്രൊവൈഡ് ചെയ്തു, അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് മെഷേഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, സോ അതിന് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി വരെ, അതായത് ഒരു ഫിനാൻസ് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ പ്രീ ഡിസാസ്റ്റർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര തുക ചെലവാക്കണം, അല്ലെങ്കിൽ പോസ്റ്റ് ഡിസാസ്റ്റർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര തുക ചെലവാക്കണം. അങ്ങനെ നമ്മൾ എഴുതി വെക്കാനായിട്ട് തുടങ്ങി. എവിടെയാണ് എഴുതി വെക്കുന്നത്? നമ്മളുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനിൽ, അതായത് നമ്മളുടെ 15ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ ചെലവാകുന്ന തുകയിൽ, അതായത് ആകെ സ്പെൻഡ് ചെയ്യുന്ന തുകയിൽ എന്ത് ചെയ്തു? ആകെ സ്പെൻഡ് ചെയ്യുന്ന തുകയിൽ 10% നമുക്ക് പ്രീ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഇത് ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ബിൽഡിംഗ് കോഡ് പാലിച്ചുകൊണ്ടാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന രീതിയിൽ 10% തുക മാറ്റിവെച്ചു. ഓക്കെ, എങ്ങനെയാണ് 10% തുക എന്തിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു? നമ്മളുടെ പ്രീ ഡിസാസ്റ്റർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 10% തുക നമ്മളുടെ ഫിനാൻസ് കമ്മീഷൻ മാറ്റിവെക്കണം എന്ന് നിർദ്ദേശിച്ചു. ഫിനാൻസ് കമ്മീഷൻ ഒരു അഡ്വൈസറി ബോഡി അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, പക്ഷേ അതൊരു അഡ്വൈസറി ബോഡിയാണെന്ന് നിങ്ങൾക്കറിയാം. സോ ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്തു? അഡ്വൈസ് ചെയ്തു, ഇത്ര തുക മാറ്റിവെച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് അഡ്വൈസ് ചെയ്തു. സോ അത് ഒരു മേജർ ചേഞ്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഏകദേശം ഒരു $30 ബില്യൺ, ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ പേയ്മെന്റുകൾ ഡിസാസ്റ്റർ റിസൈലൻസിന് വേണ്ടിയിട്ടും ഡിസാസ്റ്റർ മൈറ്റിഗേഷന് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിൽ ഏർലി സ്റ്റേജുകളിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ ഒരു 10% മാറ്റി വെച്ചു. ബാക്കി വരുന്ന എമൗണ്ട് 4:3 റേഷ്യോയിൽ, അതായത് 40% മൈറ്റിഗേഷന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 4:3 റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. സോ ഇതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യത്തിലും ഏർലി വാർണിംഗ് സിസ്റ്റംസുകൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതുകൂടാണ്ട് എന്തൊക്കെയാണ്? പ്രീ ഡിസാസ്റ്റർ മൈറ്റിഗേഷൻ പ്ലാൻസ്. മൈറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ പ്രീ ഡിസാസ്റ്റർ കണ്ടീഷൻസിലേക്ക് വരില്ല. മൈറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഡിസാസ്റ്റർ ആണ്, ഡിസാസ്റ്റർ കഴിഞ്ഞതിന്. സോ പ്രീ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് പ്ലാൻസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക, ബിൽഡിംഗ് കോഡ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെ ഡിസാസ്റ്ററിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് ഏർലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഈ കറന്റ് സ്റ്റേജിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. സോ മോദി ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവര് 2016 ഒരു 10 പോയിന്റുകൾ അടങ്ങുന്ന കാര്യങ്ങൾ, ഈ 10 പോയിന്റുകൾ അടങ്ങുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ഒരു ഫോക്കസ് ചെയ്തിരുന്നത് എന്തിലായിരുന്നു? പ്രധാനമായിട്ടും ഇത് മൈറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ അവര് എന്തിനു കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചു? അവര് പ്രീ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഈ ഒരു ഡിസ്കഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നാ വന്നത് 2005 വന്നിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2004 ഫ്ലഡിന് ശേഷമാണ്, 2004 ഫ്ലഡ് അല്ല, 2004 സുനാമിക്ക് ശേഷമാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നാഷണൽ പോളിസി വേണം, നാഷണൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യും. സോ 2 കാര്യങ്ങളാണ് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് രൂപീകരിക്കാനായിട്ട് കാരണമാണ്. ഒന്ന് 2002 ഗുജറാത്ത് എർത്തുകേക്ക്, രണ്ടാമത്തത് നമ്മുടെ 2004 സുനാമി. സോ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നാഷണൽ ഒരു പോളിസി വേണം എന്ന് നമ്മളൊരു ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യത. ഓക്കെ, so next article is related to alternative dispute resolutions in India.
എന്താണ് ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് റിസോൾവ് ചെയ്യാനായിട്ട് എവിടേക്ക് പോകും? നമ്മൾ കോടതിയിലേക്ക് പോകും. നമ്മൾ കേസ് കൊടുക്കുന്നു പറയും. എന്നാ താൻ കേസ് കൊടുക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അത് റിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കോടതികളിലേക്കാണ് പോകുന്നത്. എന്നാൽ കോടതികളല്ലാണ്ട് നമുക്ക് ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുമോ? സോ അങ്ങനെയുള്ള മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ്. നോർമലി ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കോടതികളിലേക്ക് പോയിട്ടാണ്. എന്നാൽ കോടതികൾക്ക് പുറത്ത് നമുക്ക് ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടുപേരും ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവത്തുള്ളൂ, അല്ലെ? അത് നമ്മൾ ചിലപ്പോൾ കോടതികളിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യും? നമ്മൾ സംസാരിച്ചുകൊണ്ട് ചിലപ്പോ ആ കേസുകൾ അവസാനിപ്പിക്കാറുണ്ട്. ചിലപ്പോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന കേസുകൾ ഉണ്ടാവും. ചിലപ്പോൾ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ കോടതിയിലേക്ക് പോകാണ്ട് ആ പണം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേസ് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കേസുകളൊന്നുമില്ല, ഞങ്ങളുടെ പണം കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് എക്സാമ്പിളുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ എന്താണ് ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അതർ ദാൻ ദ കോർട്ടുകളുടെ ഈ ടെൻഡൻസീസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതർ മെക്കാനിസത്തിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഡിഫറെന്റ് മെക്കാനിസങ്ങൾ ഉണ്ട്, നമുക്ക് കാണാം. ഓക്കെ, സോ ഇതിനെയാണ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് കോടതികളുടെ കേസസുകൾ ഒരുപാട് പെൻഡൻസിയിൽ ഇരിക്കുന്നുണ്ട്. ഏകദേശം 4 കോടിയോളം കേസുകൾ ഇന്ത്യയിൽ പെൻഡിങ്ങിലാണ്. അതില് ഏകദേശം 1 ലക്ഷത്തോളം കേസുകൾ ഹൈക്കോടതിയിൽ മാത്രമാണ്. 3 കോടിയോളം കേസുകൾ ഡിസ്ട്രിക്ട് കോടതികളും സബോർഡിനേറ്റ് കോടതികളുമായിട്ട് എത്തിക്കിടപ്പുണ്ട്. അത് ഒരു ഹ്യൂജ് പ്രോബ്ലമാണ്. മിനിമം ഒരു 200 to 300 വർഷമെങ്കിലും എടുക്കും ഇപ്പോ നിലവിലുള്ള കേസുകളെല്ലാം തീർപ്പാക്കണമെങ്കിൽ. ഈ അവസരത്തിലാണ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനുകളുടെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 തരത്തില് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് നടത്തും. എങ്ങനെയൊക്കെയാണ്? നമ്മൾ ഒരു ആർബിട്രറി മെക്കാനിസത്തിലൂടെ നമ്മൾ നടത്തും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ട്രിബ്യൂണലുകൾ, ഇപ്പോ എന്താണ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളിലേക്ക് നമ്മൾ പോകും, അല്ലെ? അല്ലെങ്കിൽ നമ്മളിപ്പോ കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബ്യൂറോ അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട് 2013 ഇംപ്ലിമെന്റ് ചെയ്ത. അതുവഴി നമ്മൾ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കും. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, ഇൻകം ടാക്സിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ GST നിങ്ങൾ അടച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ GSTയുടെ സ്പെഷ്യൽ ട്രിബ്യൂണലുകൾ ഉണ്ടാകും. ഇങ്ങനെ ട്രിബ്യൂണൽസിലേക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ആർബിട്രറി മെക്കാനിസംസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് മൈറ്റിഗേഷൻ ആണ്, അല്ലെങ്കിൽ കൺസീലിയേഷൻ. നമുക്ക് നോക്കാം. കൺസീലിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകും. ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ട് ഒരു കൺസീലിയേറ്റർ ആയിട്ട് ആര് ആക്ട് ചെയ്യും? ഈ ഒരു തേർഡ് പാർട്ടി ആക്ട് ചെയ്യും. ഓക്കെ, ദെൻ മൂന്നാമത്തത് മീഡിയേഷൻ. സോ മീഡിയേഷൻ എന്ന് പറയുമ്പോൾ 2 എതിർ പാർട്ടികൾ ഉണ്ടാകും. അതിനിടയിൽ മീഡിയേറ്റർ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടാകും. ഡിബേറ്റിലൊക്കെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ അതേപോലെ ഒരു തേർഡ് പാർട്ടി മീഡിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്ത് ഇവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യും? റിസോൾവ് ചെയ്ത് കൊടുക്കും. 4ാമത്തെ കേസ് വരുന്നത് നെഗോസിയേഷൻ ആണ്. നെഗോസിയേഷൻ എങ്ങനെയാ വരുന്നത്? നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ പാർട്ടി ഉണ്ടാകില്ല. 2 പാർട്ടീസും, അതായത് എയും ബിയും, രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇത് ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചിട്ട് ഇവരിത് ചർച്ച ചെയ്ത് അങ്ങോട്ട് പരിഹരിക്കും. ഓക്കെ, മിഡിൽ പാർട്ടിയായിട്ട് മീഡിയേറ്ററോ കൺസീലിയേറ്ററോ ഉണ്ടാകില്ല. പകരം ഇവര് തമ്മിൽ പരസ്പരം ചർച്ച ചെയ്തിട്ട് ഇതങ്ങോട്ട് സോൾവ് ചെയ്യും. ഇങ്ങനെ പ്രധാനമായിട്ടും 4 ഏരിയാസ് ആണ് ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനിൽ വരുന്നത്. ഓക്കെ, സോ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇന്ത്യയിലെ പണ്ട് മുതലേ, അതായത് നമ്മളുടെ ഏഷ്യൻ ഹിസ്റ്ററി തുടങ്ങിയിട്ട് ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് നടക്കാറുണ്ട്. കോടതികളിലേക്ക് മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഗ്രാമത്തിലെ ഒരു മുതിർന്ന ആളുണ്ടാകും. മുതിർന്ന ആൾ എന്ത് ചെയ്യും? മുതിർന്ന ആള്
രണ്ടുപേരിലുള്ള പ്രശ്നം വരുമ്പോൾ അവർക്ക് തീർപ്പുകൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരിൽ പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? ഒരു ഗുരുവിന്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലീഡറിന്റെ മധ്യസ്ഥതയിൽ പരിഹരിക്കുന്ന എക്സാമ്പിളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ രണ്ട് വ്യക്തികൾ സഹോദരന്മാർ തമ്മിലുള്ള സ്വത്ത് തർക്കമായിരിക്കാം. ഇതെങ്ങനെ പരിഹരിക്കും? നമുക്ക് വേണമെങ്കിൽ കോടതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പരിഹരിക്കാം. സോ അങ്ങനെ കോടതിയിലേക്ക് പോകേണ്ട നോൺ കോർ ആയിട്ടുള്ള, കോടതിയിലേക്ക് പോകേണ്ടാത്തതായിട്ടുള്ള നോൺ കോർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വഴി പരിഹരിക്കാനായിട്ട് സാധിക്കും. സോ ഇത് എന്താണ്? ടെൻഡൻസി, കേസുകളുടെ ടെൻഡൻസി കുറയ്ക്കാനായിട്ടും കൂടുതൽ വേഗത്തിൽ ജസ്റ്റിസ് ഡെലിവർ ചെയ്യാനായിട്ടും സാധിക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വേഗത്തിൽ ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 39A എഫക്റ്റ് അല്ലേ കാണിക്കുന്നത്? എന്താണ് ആർട്ടിക്കിൾ 39A പറയുന്നത്? ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ. എന്താണ്? ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 39 സാരാംശം എന്ന് പറയുന്നത്. 39A പറയുന്നത് എന്താണ്? ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്കും നീതിക്ക് വേണ്ടിയിട്ട് ലീഗൽ എയ്ഡുകൾ ഫ്രീ ആയിട്ട് കിട്ടണം. സോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? എന്താണ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്. എവിടെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന ആർട്ടിക്കിൾ 39A. ദെൻ ഇതിന്റെ ഒരു ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വരുന്നത് 1987 എന്നാണ്. 1987 എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ലീഗൽ സർവീസ് ആക്ട്, നാഷണൽ ലീഗൽ സർവീസ് ആക്ടുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലെന്താണ്? അതിൽ ഈ ആർബിട്രേഷനും കൺസീലിയേഷനും മീഡിയേഷനും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പ്യൂട്ടുകളെ റിസോൾവ് ചെയ്യും. സോ ഇതിന് കൃത്യമായിട്ടൊരു മെമ്പേഴ്സ് ഉണ്ടാകും. ഓരോ പഞ്ചായത്തുകളിലും എന്താണ്? ഓരോ ബ്ലോക്ക് അടിസ്ഥാനങ്ങളിലും ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രകാരം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ടാകും. ഇതില് കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാകും. ഇവരെന്ത് ചെയ്യും? ഇവര് കേസുകൾ കേൾക്കും. കേസുകൾ കേട്ടിട്ട് അവർ വിധി പുറപ്പെടുവിക്കും. ഈ വിധിക്ക് അപ്പീൽ ഉണ്ടോ? നോർമലി നമ്മളിപ്പോ ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ നാഷണൽ ലീഗൽ സർവീസ് ആക്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ലോക അദാലത്തുകൾ ക്രിയേറ്റ് ചെയ്യുന്ന നടപടികൾക്ക് അല്ലെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന വിധികൾക്ക് അപ്പീലില്ല. അതായത് അവിടെ വെച്ച് ആ പ്രശ്നം പരിഹരിച്ചു, ഇനി അപ്പീലില്ല. അത് നല്ലതാണോ ചീത്തയാണോ? അല്ലെങ്കിൽ മെറിറ്റ് ആണോ ഡിമെറിറ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുക? അതായത് ഒരു വിധി അങ്ങോട്ട് പ്രഖ്യാപിച്ചു, അതിന് അപ്പീലില്ല. അപ്പീലില്ല എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു പോകാനായിട്ടാണ്. എന്നാൽ ഈ ആൾക്ക്, ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, എന്റെ ബ്രദർ ആയിട്ട് ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്ത് ചെയ്തു? കോടതിയിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ലോക് അദാലത്തിലേക്ക് പോയി. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ലോക് അദാലത്തിന്റെ ഓഫീസിലെ കണ്ടിട്ട് ഞാൻ പരാതി കൊടുത്തു. അവിടെ പ്രശ്നം ചർച്ചയ്ക്കെടുക്കുകയും അത് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമായി, നാച്ചുറൽ ജസ്റ്റിസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? വിധി പുറപ്പെടുവിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അപ്പീലിന് പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഞാൻ ആ വിധിയിൽ തൃപ്തനല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യും. എവിടെ? ലോ സ്യൂട്ട് ഫയൽ ചെയ്യും കോടതിയിൽ. സോ അപ്പീലില്ല, പുതിയൊരു കേസ് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം, അതിന് പ്രശ്നമില്ല. ഓക്കെ, സോ അതൊരു അബ്സല്യൂട്ട് പവർ ആർക്ക് കൊടുക്കുന്നില്ല? ലോക് അദാലത്തുകൾക്ക് അബ്സല്യൂട്ട് പവർ കൊടുക്കുന്നില്ല. പകരം എന്താ കൊടുക്കുന്നത്? ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യാനായിട്ടുള്ള അധികാരമാണ് കൊടുക്കുന്നത്. എന്താണ്? ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യാനായിട്ടുള്ള അധികാരം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ ലക്ഷ്മികാന്ത്, ഇന്ത്യൻ പൊളിറ്റിയുടെ ലക്ഷ്മികാന്തില് എവിടെയാണ്? ഹൈക്കോർട്ടുകളെയും സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലീഗൽ സർവീസ് ആക്ട് 1987 ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ലോക അദാലത്തുകൾ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ നടത്തിപ്പുകൾ വരുന്നത്, അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അവിടെയാണ്. സോ ആ പോർഷൻ ഒന്ന് കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം.
ഓക്കെ. 1999 ഇത് പ്രകാരം ഗുജറാത്തിലെ ഒരു ലോക് അദാലത്ത് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. സോ പെൻഡൻസിയുടെ കേസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ എഡിറ്റോറിയലിൽ. ഡീറ്റെയിൽ ആയിട്ട് വന്ന ഒരു സമയത്ത് നമ്മൾ കോർട്ടുകളുടെ പെൻഡൻസിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ എന്തൊക്കെ ചെയ്യണം, ജഡ്ജിമാരുടെ എണ്ണം കൂട്ടണം, ദെൻ അവരുടെ പ്രോസസ്സ് ഡെമോക്രാറ്റിക്കലി നടത്തണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ആഡ് ഓൺ ആയിട്ട് ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനെയും നിങ്ങൾ കാണുക. ഓക്കെ.